അമ്മ കഴിക്കുന്നില്ലേ? ആ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. അല്ലെങ്കിൽ ഹർഷ ഒറ്റയ്ക്കായി പോയില്ലേ? അല്ല, ഹർഷയ്ക്ക് ഇപ്പം തന്നെ കഴിക്കാമല്ലോ. അത് വേണ്ട. ഞാനും കൂടി ഇരുന്നാലേ എനിക്ക് ഇന്ദ്രന്റെ ഇഷ്ടം നോക്കി വിളമ്പി തരാൻ കഴിയില്ല. ഇന്ദ്രൻ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റിൽ ഞാൻ കഴിക്കും. ആ, അങ്ങനെയാ നല്ല ഭാര്യമാര്. ഒന്നുമില്ലെങ്കിലും ഭർത്താവിന്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കാനെങ്കിലും ഒരു പെണ്ണിന് കഴിയണം. ഏതു നേരത്തും മുഖം വീർപ്പിച്ചിട്ടല്ലാതെ നിന്റെ ഭാര്യയെ നീ അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ? ആന്റി, അതൊന്നും ഇനി ഇന്ദ്രനെ ഓർമ്മിപ്പിക്കണ്ട. അവനെ എല്ലാം മറക്കാൻ ശ്രമിക്കേ. മറന്നാ അവന് കൊള്ളാം. ആ സത്യൻ പ്രതിഭയും കുട്ടി എവിടെ പോയെന്ന് അമ്മ അന്വേഷിച്ചോ? ഞാനെന്ത് അന്വേഷിക്കാനാ? അവനും അവളും കൂടെ അവളുടെ വീട്ടിൽ കാണും, അല്ലാതെ അവിടെ പോനെ. സത്യം ഭാര്യ വീട്ടിൽ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി അവളെയും കൊണ്ട് അവൻ എവിടെയാ തങ്ങുന്നതെന്ന് അന്വേഷിക്കണം അമ്മേ. ചിലപ്പോ ശ്യാമും സോനിയും തങ്ങുന്ന ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടാവും. ഏതായാലും അതൊന്നും അറിയണം. അമ്മ സോനിയൊന്ന് വിളിച്ചേ. അത് വേണോ ഇന്ദ്ര? സത്യൻ അവിടെ ചെന്ന് എത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും സോന അറിഞ്ഞിരിക്കാനും സാധ്യതയില്ല. വെറുതെ അവളെ അങ്ങോട്ട് വിളിച്ച് നമ്മൾ അറിയിക്കണം. ആ, അത് നേരെ ഇന്ദ്ര. ഹർഷ ഇവിടെ ഉണ്ടെന്നെങ്ങാണ് അവൾ അറിഞ്ഞാ നേരം വെളുത്ത ഉടനെ വാളും പരിചയമെടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോളും പടവെട്ടാനായിട്ട്. സത്യം ചിലപ്പോൾ അനുഭവയുടെ വീട്ടിൽ പോയി താമസിക്കാൻ ഇടയുണ്ട്. അവന്റെ പ്രിയപ്പെട്ട ഏട്ടത്തിയല്ലേ. അവൻ അവിടെ പോകുന്നത് നമുക്ക് തിരിച്ചടിയാ. അത് അവളുടെ വിജയവും. അതുകൊണ്ടാ ഞാൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. നീ പറഞ്ഞത് ശരിയാ. അവൻ അവിടെ ഉണ്ടെങ്കിൽ പുകച്ച് പുറത്ത് ചാടിച്ചേ പറ്റൂ. ആ, നീ ആഹാരം കഴിക്കും. സത്യൻ എവിടെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് നിനക്ക് പറഞ്ഞുതരാം. ഇന്ദ്ര, നീ ടെൻഷൻ ആവാതെ, അതൊക്കെ ആന്റി ഡീൽ ചെയ്തോളും. നീ കഴിക്കേ. ഫോൺ അടിക്കുന്നു. സുശീലയാണല്ലോ. ആ സുശീലേ, ഞാൻ നിന്നെ കൂടെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്റെ മകനെ നീ അങ്ങോട്ട് ദത്തെടുക്കാൻ പോവെന്ന് പറയാനാണോ സുധാ? അയ്യോ, അതെന്താ സുശീലേ നീ അങ്ങനെ പറഞ്ഞ? നിന്റെ മോനെ ദത്തെടുക്കാൻ മാത്രം ഞാൻ വളർന്നോ? ഓ, പിന്നെ എന്താ സുധാ, നിന്റെ മോളും മരുമോനും അവിടെ വന്നു കൂടിയ കാര്യം നീ ഇതുവരെ എന്നെ വിളിച്ച് പറയാതിരുന്നേ? എന്റെ സുശീലേ, രാവിലെ സത്യൻ പ്രതിഭയെ കൊണ്ടുവന്നാക്കി. അവൻ ഉടനെ തിരിച്ചുപോയി. പ്രതിഭ മോളാണെങ്കിൽ തലവേദന ആയിട്ടാ വന്നത്. അവള് അപ്പ തന്നെ ഗുളികയും കഴിച്ച് കിടന്നുറങ്ങി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചു മുമ്പ് അറിയുന്നത്. പിന്നെ ഹർഷ അവിടുന്ന് പോയോ സുശീലേ? ഇല്ല, അവള് 2 ദിവസം ഇവിടെ കാണും. ഇത് എന്റെയും കൂടെ ഒരു ആവശ്യമാണ്. നീ എന്റെ കൂടെ തന്നെ നിൽക്കണം. അത് പ്രത്യേകം പറയണം സുശീലേ. 2 ദിവസമല്ല, എത്ര ദിവസം വേണേലും സത്യനിവിടെ താമസിക്കാലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട് സുശീലേ. എന്ത് പ്രശ്നം? സത്യം പോകുമ്പോ രാത്രി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല. പിന്നെ അവൻ ഇന്ന് അനുപമയുടെ വീട്ടിലാ താമസിക്കുന്നത്. അനുപമയുടെ വീട്ടിലോ? അല്ല, നിന്നോട് ഇതാരാ പറഞ്ഞേ? ഞാൻ അവനെ വിളിച്ചിരുന്നു സുശീലേ. ഇപ്പോ അവൻ അവിടെ ഉള്ളത്. ഓഹോ, അതൊരു നല്ല ശീലമല്ലല്ലോ. നിന്റെ മകൾ അവനെ വിളിച്ചില്ലേ സുധാ? ഇല്ല, അവള് വീണ്ടും തലവേദനയായിട്ട് കിടക്കുക. അവനെ ഇങ്ങനെ വിട്ടാലേ അവളുടെ തലവേദന ഒരു കാലത്തും മാറില്ല. ഫോണൊന്ന് പ്രതിഭയ്ക്ക് കൊടുത്തേ, എനിക്ക് അവളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ തന്നെ കൊടുക്കണോ സുശീലേ? ഞാൻ അവളോട് സുശീലയെ വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? അത് പോരാ, നീ ഫോൺ അവൾക്ക് കൊടുക്കുന്നുണ്ടോ? ആ, കൊടുക്കാം. എന്താ സുശീലേച്ചി പറഞ്ഞത്? പ്രതിഭയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു.
നീ ഇതൊന്ന് അവളുടെ മുറി കൊണ്ടുപോയി കൊടുക്ക. ഞാൻ വിളിച്ച അവളെ എഴുന്നേക്കില്ല. നിങ്ങൾ തന്നെ പോയി കൊടുക്ക്. ഞാനും വരാം. നടക്ക. മോളെ പ്രതിഭേ, വാതിലുറന്നേ. ആ, എന്താച്ചാ? ഇതാ സുശീലേ, നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. ഇതാ. ഹലോ അമ്മേ. ആ നിന്റെ തലവേദന എങ്ങനെയുണ്ട്? കുറഞ്ഞോ അതോ കൂടിയോ? കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്. ആ കൂടാതെ നോക്കിക്കോണേ. അവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ അതിലും വീറോടെ നീ അവന്റെ കൂടെ പോയല്ലോ. എന്നിട്ട് എന്തായി? എടി, നിന്റെ ഭർത്താവിനെ നിന്റെ കൂടെ നിർത്താൻ നിനക്ക് പറ്റിയോടി? അത് അമ്മ. ആ സത്യനും അനുപമയും തമ്മിൽ പണ്ടേ ഉള്ള അടുപ്പത്തെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പ്രതിഭേ? എന്നിട്ട് നീ അവനെ അവളുടെ അടുത്തേക്ക് വിടുവോ? ഞാൻ വിട്ടതൊന്നും അല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് സത്യേട്ടൻ അനുചേച്ചിയുടെ വീട്ടിലാണെന്ന്. അവളുടെ ഒരു അനുചേച്ചി. അവൾ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ, സത്യനെ ഇനിയെങ്കിലും നീ മൂക്കുകയറിട്ട് പിടിച്ചില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ബുദ്ധിയുള്ള പെമ്പിള്ളേരങ്ങ് കൊത്തിക്കൊണ്ട് പോവും. ആ ഇന്ദുവിന്റെ അവസ്ഥ നീ കണ്ടു കാണുമല്ലോ. അവക്കും ഇപ്പൊ തോന്നുന്നുണ്ടാവും ഈ സത്യം മതിയായിരുന്നു എന്ന്. അതെ, നീ സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താടി സുശീല ചേച്ചി എന്താ പറഞ്ഞേ? നാളെ തന്നെ സത്യനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇതാച്ച, എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കണം. അച്ഛനും അമ്മ ഇപ്പൊ പോ, നമുക്ക് രാവിലെ സംസാരിക്കാം. അതെ, നീ വാ, അവൾ ഉറങ്ങിക്കോട്ടെ. വാ, ബാക്കിയെല്ലാം നാളെ പറയാം. വാ വാ.